ഞങ്ങൾ രാത്രി ഒരുപാട് ലേറ്റായിട്ടാട്ടോ കിടക്കുന്നത്. ഒരു 12 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീക്കുന്നത്. അപ്പോൾ അഞ്ചേട്ടൻ പോവാറായി. അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. അപ്പം വെളിയിൽ കുറച്ച് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പം അഞ്ചേട്ടൻ അതൊക്കെ റെഡിയാക്കായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എല്ലാവരും കോഫിയുടെ ആൾക്കാരാട്ടോ. കോഫി ആയോ? കോഫി ആയി. ചേട്ടാ 26-ാം തീയതി പോവാട്ടോ. എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്. ഒരു മാസം പെട്ടെന്ന് പോയി. രാവിലെ എണീക്കുമ്പോഴേ വെള്ളം കുടിക്കും. അപ്പം നമ്മുടെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് രാവിലെ എണീക്കുമ്പോഴേ കോഫി കുടിക്കണം. കോഫി കുടിക്കാണ്ടൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചാരുവിനെ രാവിലെ എണീക്കുമ്പോഴേ TV വെക്കാൻ JCB കാണണമെന്ന് പറഞ്ഞിട്ടിരിക്കും. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ടൈമൊക്കെ അങ്ങനെ പോവാ. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് താഴെ അമ്മയുടെ വീട്ടിൽ ആണ് കാപ്പി പറഞ്ഞേക്കുന്നത്. മീൻസ് ഇഡലിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു താഴെ അമ്മയടുത്ത് പോയി കഴിക്കാമെന്ന്. തൊട്ട് താഴെ തന്നെ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടംപോലെ ചെണ്ടുമല്ലി വന്നിട്ടോ. പക്ഷേ ഞാൻ ഇപ്പം വിചാരിക്കുന്നത് ഈ മാസം നട്ടിരുന്നെങ്കിൽ നമുക്ക് ഓണത്തിന് കിട്ടിയേനെ. എന്തായാലും കുറച്ച് ചെണ്ടുമല്ലി എവിടെയെങ്കിലും തൈ കിട്ടുകയാണെങ്കിൽ നടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചെണ്ടുമല്ലി കാണിച്ചു തരാം കേട്ടോ. കോഫി നമ്മുടെ കോഫി വന്നടാ. നമുക്ക് താഴെ പോയിട്ട് വരാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഹായ് ഗായ്സ്, ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ചാരുവിനെ കണ്ടു. ചാരു ഹായ് പറ. അപ്പ എന്തി ചാരു? അപ്പ എന്തി? അപ്പം ബാത്റൂമിൽ പോയിട്ട് 1 മണിക്കൂറായി. അതൊരു 1.5 മണിക്കൂർ എടുക്കും. എന്ത് മണി? അപ്പം ബാത്റൂമിലാട്ടോ. ചാരുവിനോട് ഇങ്ങനെ തലയിൽ കൊമ്പുണ്ട് എന്ന് പറഞ്ഞ് അവൾക്ക് മനസ്സിലായാൽ പിന്നെ തലയിൽ അതൊന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല. എല്ലാം എടുത്ത് കളയും. അപ്പം നമ്മളതിനെപ്പറ്റി ഓർമ്മിപ്പിക്കാറില്ല. പിന്നെ നിന്നൊക്കെ തരും കെട്ടാൻ വേണ്ടിയിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഞങ്ങൾക്ക് അപ്പയും കൂടി റെഡിയാക്കി പോണം. എന്തോ ഞങ്ങളെ പൂള് കണ്ടോ ഗൈസ്. ചേട്ടൻ പിന്നെ സ്കൂട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ചേട്ടൻ പോവാന്ന് പറഞ്ഞാൽ മതി, പോയിക്കോളും. ഗൈസ് എന്റെ പൂ കണ്ടോ. അത് കണ്ടോ? മാമി അംഗനവാടി പോണ്ടേ? അവർക്കും പറ്റത്തില്ല. പോയാ പറ്റത്തുള്ളൂ. അപ്പയും പിടിച്ചോണ്ട് പോവല്ലേ?
ഇഡലി ആണല്ലോ. ഇഡലിയിൽ ഇങ്ങനെ സാമ്പാറെല്ലാം ഫുള്ള് ഇങ്ങനെ ഒഴിച്ച് അതിൽ ഇങ്ങനെ ചമ്മന്തി ഒഴിച്ച് കൊതുത്ത് തിന്നാനുള്ള ഒരു ടേസ്റ്റ് വേറെ. എടാ മുഴുക്കാ, ഇതാരാ? ഞാനാണോ ഈ ഉടുപ്പിലുള്ളതാ? എന്താ മോനെ തൊള്ളല്ലേ അങ്ങനെ? ചേച്ചിയാ തള്ളല്ലേ? ചാരിങ്ങ വാ. അക്രമസ്ഥയാണ്. തിരിച്ച് വീട്ടിൽ പോവാട്ടോ. അംഗനവാടി പോണം. അംഗനവാടി പോകാനുള്ള ഒരാളാണ് ഇപ്പൊ കേറിയിരിക്കുന്നത്. ഇറങ്ങിക്കോ. പോത്തില്ലേ? അതൊന്നും പറഞ്ഞാൻ പറ്റത്തില്ല. ബാബാ അംഗനവാടി പോണം. എടാ മോനെ, അംഗനവാടി പോണ ഇന്ന്. ചാരുവിനെ അംഗനവാടി കൊണ്ടുവിടാൻ പോവാ. ചാരുനെ കൊണ്ടുവിടണ്ടേ? ചാരു അംഗനവാടി കൊണ്ടിടട്ടെ? വേണ്ടേ? മോൻ ഡ്രസ് ഇട്ടിട്ട് പോ. ഡ്രസ് ഇട്ടിട്ട് പോ. ഡ്രസ് ഇട്ടിട്ട് പോ. ഡ്രസ് ഇട്ടിട്ടോ. ആ ചാരും പോയി ഡ്രസ് ഇട്ടിട്ടോ. ചാരു പോയി ഡ്രസ്. ചാരു വാമിച്ചി കരയുന്നു. ചാരു വാമിച്ചി കരയുന്നു. വാമിച്ചി കരയുന്നു. എന്ത് പറ്റി? നമുക്ക് ബാക്ക് സൈഡിൽ കുറച്ചധികം പണികളൊക്കെ ഉണ്ടായിരുന്നു. ഒരുവിധമൊക്കെ അഞ്ചാട്ടം ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട് പണി സമയത്ത് എടുത്തിരുന്ന വിറകില്ലേ, അതൊക്കെ ഇങ്ങനെ നല്ലതും പന്നിലോട്ടൊക്കെ തരംതിരിച്ച് മാറ്റിയൊക്കെ വെക്കുക. മുറിഞ്ഞു.